മനസ്സിൽ അകലാനുള്ളൊരു ഭാവം, എന്നെ പിരിയാനുള്ള വിചാരം. കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നിലയ്ക്കാകുമോ? തൊട്ട് തൊട്ട് കരയുന്ന കരയെ പിരിയാൻ കടലിന്റെ കരളിനാകുമോ? പാടാതെങ്ങെങ്ങോ കേഴുന്നോ രാരീരം തീരാ ദുഃഖത്തിൽ, നീയേതോ മന്ദാരം വിങ്ങുന്ന ജീവന്റെ മൺവീണയിൽ കണ്ണീരായി വീണോ നീലാംബരി. ഇതിനൊക്കെ കുറ്റബോധം തോന്നി അതിനെ നേരം കാണും. നിങ്ങളെല്ലാം വീട്ടിലേക്ക് പൊയ്ക്കോളൂ. വസുന്ധരയുടെ കൂടെ ഞാനിരുന്നോളാം. ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ വീട്ടിലേക്ക് പോകും? ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. അതെ അബി, നാളെ വസു കണ്ണു തുറന്നതിന് ശേഷം എല്ലാവർക്കും ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. ഞാൻ എല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. എനിക്കൊട്ടും വിശക്കുന്നില്ല അബി. ഭാവനയും കാർത്തികയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിലേക്ക് പോ. ഇല്ല അമ്മേ, ഏട്ടത്തിയുടെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പോകും? നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ. പോയി എന്തെങ്കിലും കഴിക്കുമോളെ. ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേട്ടാ. അബി, ഉണ്ണിപ്പ എന്ത് ചെയ്യണോ എന്തോപ്പാ. സ്വാമി, ഇന്നലെ സ്വാമിജി പറഞ്ഞതുപോലെ വീട് തോറും പോയി ഭിക്ഷ എടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വാമി? മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിന് മുമ്പ് 5 കലങ്ങളിൽ നൈവേദ്യം ഉണ്ടാക്കണം. അതിനാവശ്യമായ അരിയും ശർക്കരയും 5 വീടുകളിൽ നിന്ന് 5 സുമംഗരികളുടെ കയ്യിൽ നിന്ന് ഭിക്ഷയായി വാങ്ങിക്കൊണ്ടുവരണം. അവരെ ഈ ഹോമത്തിന് ക്ഷണിക്കുകയും വേണം. എന്നിട്ട് അവരോട് ആശീർവാദവും വാങ്ങണം. അങ്ങനെ ചെയ്തോളാം സ്വാമി. സ്വാമി പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തോളാം. ശുഭം. പോയിട്ട് വാ മകനെ. വിജയിച്ചു വരിക. സ്വാമി, ആ കൊച്ചുകുട്ടിയെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഇതുവരെ ആ കുഞ്ഞിനെ ഞാൻ പരീക്ഷിച്ചിട്ടേയില്ല. ശരിക്കുമുള്ള പരീക്ഷ ഇനിയാണ് ആരംഭിക്കുന്നത്. ജീവിതവും മരണവും തമ്മിലുള്ള പോരാട്ടത്തിൽ 2 ജീവനുകളാണ് ഇപ്പോൾ പോരാടുന്നത്.
എടി ഇത്രയും നേരമായിട്ടും വസു കണ്ണു തുറന്നില്ലല്ലോടി. അവളിന് രക്ഷപ്പെടുവോ? മുംബൈന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് വരാൻ പോവാണ്. വസുവേട്ടത്തെ അവരെ ഉറപ്പായിട്ടും രക്ഷിക്കും. കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ് അബ്രാം. സ്റ്റെയർ കേസിലൂടെ താഴേക്ക് വീഴുന്നത് കാരണം ബ്രെയിനിൽ ഒരു സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിതുവരെ കണ്ണു തുറക്കാത്തത്. ഐ മീൻ, ബോഡിയിൽ നിന്നും ബ്രെയിനിലേക്കുള്ള സിഗ്നൽസ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഡോക്ടർ, is she okay? Practically, she is in coma. ഉടൻ തന്നെ ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ പെർമനന്റായി കോമ സ്റ്റേജിലാവാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ്സ് കോൾഡ് ബ്രെയിൻ ഡെത്ത്. അപ്പോ അവളുടെ ജീവൻ ആപത്താണെന്നാണോ ഡി കാർത്തിക പറയുന്നേ? അതെ ആന്റി, ബ്രെയിൻ ഡെഡായി കഴിഞ്ഞാ ഒന്നും ചെയ്യാനാവില്ല. അപ്പോ ആ കുഞ്ഞിന്റെ കാര്യോ? അറിയില്ല. അമ്മേ, അമ്മേ ഭിക്ഷാന്തേഹി. And one more thing, mother brain
ആന്റി. ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴോർത്തെ ആ ഉണ്ണി ഇതുവരെ വന്നില്ലല്ലോ. ഇന്നലെ അഭിയേട്ടൻ പറഞ്ഞില്ലേ, ഉണ്ണി ഇന്നലെ മുഴുവൻ വീടാന്തരം ഭിക്ഷയെടുത്ത് രാത്രി അമ്പലത്തിൽ ഉറങ്ങിയെന്ന്. ഇനി വീണ്ടും വീട് തോറും ഭിക്ഷയെടുത്ത് അതിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഏതോ ഒരു ഹോമം ചെയ്യാൻ പോവുകയാണെന്ന്. ആ ഹോമം കഴിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂന്ന്. ഒരുപക്ഷെ അവനാ ഹോമം ചെയ്ത് വസൂല് ജീവൻ തിരിച്ചു കിട്ടിയാലോ? ഇനി ദൈവം രക്ഷിക്കൂടെ? അതിനു വേണ്ടിയല്ലേ ആന്റി ഉണ്ണി ഇത്രയ്ക്കും കഷ്ടപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ വസു ജീവനോട് ഇരിക്കരുത്, ആ ഹോമം നടക്കരുത്. ഞാനത് പോയി തടഞ്ഞിട്ട് വരാം. നീ ഇവിടെ മാനേജ് ചെയ്തോ. ആ ആ ആ ആ വരൂ മകനെ. 5 വീടുകളിൽ നിന്ന് അരിയും ശർക്കരയും ഭിക്ഷയായി വാങ്ങി 5 സുമംഗലികളെയും ഹോമത്തിനായി കൂട്ടിക്കൊണ്ടുവന്നോ? സ്വാമി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് സ്വാമി. ഇതൊക്കെ എന്താ സ്വാമി? നിന്റെ അമ്മയെ രക്ഷിക്കണമെന്നുള്ള നിന്റെ ആഗ്രഹത്തിന് സ്വാമി നിനക്ക് സഹായം ചെയ്യാം മോനെ. നിനക്ക് വേണ്ടി എന്നോടൊപ്പം ഈ ഹോമങ്ങളൊക്കെ ചെയ്യുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് സ്വാമിജി. എടാ ഉണ്ണി, ഒരു വിരലിന്റെ അത്ര പോലും ഇല്ലല്ലോടാ. നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇതെല്ലാം നിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലേ? അവൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാനിവിടെ ഉള്ളപ്പോ അതിന് സമ്മതിച്ചാലല്ലേ? അയ്യോ 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 അയ്യോ, എടാ ഉണ്ണി, നിന്റെ അമ്മയ്ക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുകടാ നീ. രാത്രി നിന്റെ അച്ഛൻ പറയുന്നത് കേട്ടപ്പോ എന്റെ മനസ്സ് വല്ലാതായിപ്പോയി. അവിടെ ഇരിക്കാൻ പറ്റാതെ ഞാൻ ഓടി വരികയായിരുന്നു ഇങ്ങോട്ട്. എന്തിനാ വന്നത് അമ്മമ്മേ? ആ എന്തിനാന്ന് ചോദിക്കുന്നേ? വസു നിന്റെ അമ്മയാണെങ്കിലേ എനിക്ക് എന്റെ മോളെ പോലെയാ. നീ എത്രത്തോളം നിന്റെ അമ്മ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നോ അത്ര തന്നെ ഞാനും എന്റെ മോള് ജീവനോടെ ഇരിക്കണമെന്ന് വിചാരിക്കുക. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസായില്ലേ? എനിക്ക് നിന്റെ അമ്മയ്ക്ക് ഇടയിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നുവെച്ച് നിന്റെ അമ്മ രക്ഷപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കോ? നിന്നെ ഞാൻ സഹായിക്കാനും പാടില്ലേടാ. മോനെ, ഹോമത്തിനുള്ള സമയമായിരിക്കുക. നീ ചെന്ന് കുളിച്ചിട്ട് വാ. ശരി പൂജാരി അങ്കിൾ. ഹോമത്തിന് നെയ്യൊഴിക്കേണ്ടി വരുമല്ലോ. നെയ്യില്ലെങ്കിൽ ഹോമം നിന്നു പോവല്ലോ. നെയ്യ് കാണാതെ പോയാ ആരാ എന്നെ അടിച്ചത്? ആരെയും കാണുന്നില്ലല്ലോ. പക്ഷെ ആരോ അടിച്ചതുപോലെ തോന്നി. ഇവരിവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. അമ്മേ, അമ്മേ. നല്ല സമയം കഴിയുന്നതിന് മുമ്പ് ഹോമം ആരംഭിക്കണം. ഇരിക്കൂ മകനെ. തിരുമേനി, നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചോളൂ. ഇതെല്ലാം ആ ഹോമകുണ്ടത്തിലേക്കിടൂ. കാൽവിരലുണ്ണുന്ന കൃഷ്ണരൂപം അമ്പലമുറ്റത്തെ അരയാലിലകളിൽ കാൽവിരലുണ്ണുന്ന കൃഷ്ണരൂപം കോടക്കാർത്തിങ്ങും നീലാംബരത്തിലോ.
ഇനി 5 അടുപ്പുകൾ കൂട്ടി നൈവേദ്യമുണ്ടാക്കണം മകനെ. ആ 5 കുടങ്ങളിൽ ഒരു കുടം ഉടച്ചു കളഞ്ഞ ഹോമം നിന്നു പോവല്ലേ? ആരോ അടിക്കുന്ന പോലെ തോന്നുന്നു. വല്ലാതെ വേദനയ്ക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ടാണ് ആരെയും കാണുന്നുമില്ല. മോനെ, പോയി ആ 5 നൈവേദ്യങ്ങളും എടുത്തോണ്ട് വരും. അമ്മമ്മേ, എന്തിനാ ഇവിടെ വന്നിക്കുന്നേ? അത് നിന്നെ സഹായിക്കാൻ വേണ്ടിയാ അമ്മേ. പിന്നെന്താ പറ്റി? എന്താ തലയിൽ കൈവച്ചേക്കുന്നേ? ആരോ എന്റെ തലയ്ക്ക് അടിച്ചതുപോലെ തോന്നിക്കൊണ്ടിരിക്കാ ഉണ്ണി. അമ്മമ്മ ആരടിക്കാനാ? അതാ ഉണ്ണി എനിക്കും മനസ്സിലാവാത്തെ. ശ്രീകോവിലിലെ വീരമണിക്കണ്ട കൈത്തൊഴുന്നേ. മോനെ, ഈ പ്രസാദം വാങ്ങി ഹോമകുണ്ടത്തിൽ നിക്ഷേപിക്കൂ. ശരി സ്വാമിജി. നിറമിഴിയാൽ നിൽക്കും മടിയനു സാന്ത്വനമേകൂ. തിരിതെളിയും മലയിൽ ഇടയിൽ അഭയം നൽകൂ. നിറമിഴിയാൽ നിൽക്കും മടിയനു സാന്ത്വനമേകൂ. ഇടയിൽ അഭയം നൽകൂ. ഓർമ്മ വെച്ച നാൾ ഹോമം കഴിഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യാ? നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കൂ. ഇനി നിങ്ങൾ എല്ലാവരും പൊയ്ക്കൊള്ളൂ. ഇതോടെ മഹാമൃത്യുഞ്ജയ ഹോമം നല്ല രീതിയിൽ അവസാനിച്ചിരിക്കുന്നു. നിന്റെ ദൃഢമായ വിശ്വാസവും കഠിന പ്രയത്നവും കൊണ്ട് ഹോമം ഭംഗിയായി പൂർത്തീകരിച്ചു. ഈ വിഭൂതി കൊണ്ടുപോയി നിന്റെ അമ്മയുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കൂ. സുഖമുണ്ടാവട്ടെ. ചെല്ലു മോനെ, നിന്റെ അമ്മ സുഖമായിരിക്കട്ടെ. ഈശ്വരൻ നിനക്ക് തുണയായി ഉണ്ടാവും. വിജയമുണ്ടാവട്ടെ. ആരടാ അത്? ചുമ്മാ വെറുതെ ഇങ്ങനെ എന്റെ തലയിൽ അടിച്ചോണ്ടിരിക്കുന്നേ?
ദുഷ്ടമനസ്സുള്ളവർക്ക് എപ്പോഴും ദുഷ്ടഫലങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നിന്നെ ശിക്ഷിച്ചിരിക്കുന്നത് ഈ ഞാൻ തന്നെയാണ്. പൊക്കോ. എന്തായി ഡോക്ടർ, ക്ലോട്ട് റിമൂവ് ചെയ്തായിരുന്നോ? വി ആർ സോറി അബ്രഹാം, അവർ കംപ്ലീറ്റ്ലി കോമ സ്റ്റേജിലേക്ക് പോയി. ഓൾമോസ്റ്റ് ബ്രെയിൻ ഡെത്ത്.